ഞാൻ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഫൈനാൻഷ്യൽ സ്ട്രഗിളാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് കടമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എത്ര ഇൻകം ഉണ്ടായാലും ഒന്ന് സ്റ്റേബിൾ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് കേട്ടൊരു കാര്യമായിരുന്നു. ഇതിനെപ്പറ്റി കുറേ എക്സ്പീരിയൻസ് വെച്ച് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ഫൈനാൻസ് ഗുരു ഒന്നല്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ഇല്ലെങ്കിൽ ദി അബണ്ടൻസ് പ്രിൻസിപ്പിൾ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മൈൻഡ് ആണ് ഏറ്റവും വലിയ ടൂൾ. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പം നമ്മുടെ അടുത്ത് ഒന്നുമില്ല, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്ന് നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിപ്പോവും. നമ്മൾ എത്ര കിട്ടിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ അതിനു പകരം നമുക്ക് കിട്ടുന്നത് നല്ലതാണ്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയും ഹാപ്പി ആവും. നമ്മുടെ മൈൻഡ് ഗെയിമാണ്, എല്ലാം ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യാനുള്ളൊരു കാര്യമാണ്, നമ്മൾ കാശ്, അതായത് വെൽത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ പറയും, ഇന്ന് കാശ് ഉണ്ട്, നാളെ പോവും, ഇല്ലെങ്കിൽ ഇന്നില്ല നാളെ വരും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലെ ആൾക്കാർക്കും കാശ്, അതായത് വെൽത്ത് ഒരിക്കലും നിൽക്കില്ല. ഡിസിപ്ലിനും ഹാർഡ് വർക്കും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. ഒരാളുടെ അടുത്ത് അത്രയും കാശ്, വെൽത്ത് നിൽക്കുകയുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം ഇംപ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ വെൽത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അത് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ഈ പഴയ രാജാവ് ലക്ഷ്മി ദേവി ഒക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയും അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയൊക്കെ വലിയ വലിയ രാജാവ് പോലും ഒരുപാട് പൂജയും ഹോമങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ലക്ഷ്മി ദേവി ആ ഒരു വെൽത്തിൻ്റെ സിമ്പിൾ അത്രയും പവർഫുള്ളാണ്. ഒരാളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ നമ്മുടെ വീട്ടിൽ നിൽക്കില്ല, കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെ തന്നെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി അവരെ കെയർ ചെയ്യണം. അപ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിലൊക്കെ എല്ലാ ഡ്രോറിലും കോയിൻസ് ഇങ്ങനെ വലിച്ച് ഇട്ടേക്കുക. ചില ആൾക്കാർ ബെഡിൻ്റെ അടിയിൽ കോയിൻസ് വയ്ക്കും, തല വയ്ക്കുന്നതിൻ്റെ അടിയിൽ കോയിൻസ് വയ്ക്കും, ജോലി ചെയ്യുന്ന ടേബിളിൽ വാലറ്റ് വെച്ചിട്ട് മറക്കും, പിന്നെ വാലറ്റ് തപ്പിക്കൊണ്ട് നടക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കാശിന് ആവശ്യമുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ അതിന് പകരം നമ്മൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് നോക്കൂ, നല്ലൊരു വ്യത്യാസം വരും. ആ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസസ് ട്രാക്ക് ചെയ്തിട്ടായിരിക്കണം. നമുക്ക് ചിലവാകുന്ന കാശ്, നമുക്ക് വരുന്ന കാശിന് മാത്രം നമ്മൾ കണക്ക് കൂട്ടിയിരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാശിന് നമ്മൾ കണക്ക് എഴുതി എവിടെയെങ്കിലും വെക്കണം. ബിക്കോസ് എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് നമുക്ക് നോക്കാൻ പറ്റും, ഓക്കെ ഇത്രയും ഇൻകം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്തു. നമ്പർ 1. നമ്പർ 2, നമ്മൾ അനാവശ്യമായിട്ട് അൺനെസസറി എക്സ്പെൻസസ് ചെയ്യാണ്ടിരിക്കുക. അപ്പം നമ്മൾ ആ ഡിസിപ്ലിൻ വരുമ്പോഴേ നമുക്ക് അൺനെസസറി എക്സ്പെൻസ് ചെയ്യാൻ തോന്നാണ്ടിരിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് മൾട്ടിപ്ലൈ, നോട്ട് ജസ്റ്റ് ഏൺ. ആയുർവേദത്തിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഹെൽത്ത് ഒരു അസുഖം ഇല്ലാണ്ടിരിക്കുന്ന ഒരു നല്ല സമയം മാത്രമല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
അങ്ങനെ തന്നെ വെൽത്ത്, അതായത് സമ്പത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അത് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളത് എപ്പോഴും എങ്ങനെ ഇനിയും കൂട്ടാൻ പറ്റും, ഇനി ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എത്ര എക്സ്പെൻസസോ കടങ്ങളോ എന്തുണ്ടായാലും നമ്മൾ നമ്മുടെ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അത് പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ എല്ലാ മാസവും കിട്ടുന്ന സാലറിയിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാ മാസവും കിട്ടുന്ന വാട്ട് എവർ ഇൻകം, അതിന് ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ്, ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിൻ വേണം ഇതിനു വേണ്ടി. നമ്മൾ എല്ലാ മാസവും ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലിടണം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലെ ഗ്രോത്ത് പ്ലാൻ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമുക്കൊരു ഹാബിറ്റ് ഡെവലപ്പ് ആവും. അതുമാത്രമല്ല, നമ്മളെപ്പോഴും ഒരു സ്റ്റാഗ്നൻ്റ്, അതായത് നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നമുക്ക് ഫ്യൂച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയും റിട്ടേൺസ് നമുക്കൊരു സെക്കൻഡ് ഇൻകമായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം പോലെയും ട്രീറ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യമാണ് ഓവർകം ഫിയർ ആൻഡ് ലേസിനെസ്. അപ്പം നമ്മൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട് എന്ന് പറയുമ്പം നമുക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പേടി ഇല്ലെങ്കിൽ ഒരു ലേസിനെസ് ഉണ്ടോ, നമുക്ക് ഇത് ചെയ്താൽ ശരിയാവോ, ഇത്രയും റിസ്ക് എടുക്കണോ, ഇത് ട്രൈ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു പേടി. അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേടി ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ആ പേപ്പറിൽ എഴുതിയ ഫിയർ, അതിനുവേണ്ടി നമ്മൾ എന്നും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അപ്പം നമ്മൾ പേഴ്സണലി ഗ്രോ ആവും, പ്ലസ് നമ്മുടെ ആ ഫൈനാൻഷ്യൽ സ്ട്രഗിളിനുള്ളൊരു പേടി അത് മാറിക്കിട്ടും. അപ്പം അതുമാത്രമല്ല, നമ്മൾ ഓക്കെ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം നാളെ നോക്കാം, ഇല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു പ്രൊമോഷൻ കിട്ടും, ഇല്ലെങ്കിൽ ഒരു പുതിയ ജോലി അന്വേഷിക്കാൻ പറ്റുമെന്ന് നമുക്കറിയായിരിക്കും. പക്ഷേ ഇന്ന് ഭയങ്കര ഒരു ഉറക്കം വരുന്നു, ഇല്ലെങ്കിൽ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം, നാളെ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുമ്പം അതാണ് നമ്മുടെ ലേസിനെസ്. അതിൻ്റെ അർത്ഥം നമ്മളെ തന്നെ ആ ഒരു ഡിസിപ്ലിൻ മോഡിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മൾ വെൽത്ത് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എത്രത്തോളം ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടെന്ന് പറയുന്നതും നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്നില്ല, അല്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് ഓൺലൈൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കോഴ്സസ് ആണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഗ്രോ ആവാനും നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടാനും പഴയ കാലത്തെ പോലെ അത്രയും ടഫല്ല. നമ്മളൊന്ന് എഫേർട്ട് എടുത്ത് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് ഗിവ് ആൻഡ് ഗ്രോ. അപ്പം നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ധനം, അതായത് വെൽത്ത്, 3 കാര്യത്തിനാണ് ഉപയോഗിക്കണം എന്നും പറയുന്നത്. ആദ്യത്തെ കാര്യമാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഫാമിലി, അതിനു വേണ്ടി ആണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി. രണ്ടാമത്തെ കാര്യമാണ് ലേണിംഗ്. അപ്പം നമ്മളെ തന്നെ പഠിപ്പിച്ച് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യമാണ് ചാരിറ്റി, ദാനം. അപ്പം നമുക്ക് കിട്ടുന്നതിന് ഒരു പങ്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ചാരിറ്റി ഡൊണേഷൻ ചെയ്യണം. ഇപ്പം അത് കാശായിട്ടാവണമെന്നില്ല, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടാവാം, വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റമായിട്ടാവാം, ഡ്രസ്സാവാം, ബുക്സ് ആവാം, എന്ത് വേണമെങ്കിലും നമ്മൾ വിചാരിച്ച് നമുക്ക് കിട്ടുന്ന എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതിന് ഒരു അമൗണ്ട് നമ്മൾ ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യണം. അപ്പം നമ്മൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പം നമുക്കൊരാവശ്യം വരുമ്പം നമുക്കും കിട്ടും. സോ അത് ഭയങ്കര ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു മേക്സ് സെൻസ് എന്നുള്ളൊരു ലോജിക്കാണ്. അപ്പം ശരിക്കും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവുന്നതും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതും ഒരു ലക്ക് റിലേറ്റഡ് കാര്യമല്ല. നമ്മളെപ്പോഴോ എവിടെയോ എടുത്ത ഡിസിഷൻസ് തെറ്റിപ്പോയി,
അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. ചില ആൾക്കാർ ഇന്ന് കാശില്ല, നാളെ എന്തായാലും കാശ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയി കടം വാങ്ങിക്കും. പക്ഷേ നാളെ നമ്മുടെ ഹെൽത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ നാളെ നമുക്ക് കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരിക്കലും നമ്മൾ കടമെടുക്കാൻ പാടില്ല. അത് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഫ്യൂച്ചർ ജനറേഷന് പ്രശ്നം വരും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അൺപ്ലാൻഡ് അൺഎക്സ്പെക്റ്റഡ് കാര്യം ഉണ്ടാവാം. അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് എന്തുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ്സ്. സംഗതി ശരിയാണ്, ക്രെഡിറ്റ് കാർഡ്സ് ഒരുപാട് പോയിന്റ്സ് കിട്ടും, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഒരു 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 സ്കാം സ്കീമാണ്. അവർ തരുന്ന കാശ് ഒരുപാട് കാശായിരിക്കും. അവരുടെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, നമ്മൾ എത്ര അധികം പർച്ചേസ് ചെയ്യുന്നോ അവർക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ അത് ആലോചിക്കാണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഒരു സാലറി, 2 സാലറി, 3 സാലറി ഒക്കെ അടച്ചിട്ടും ക്രെഡിറ്റ് കാർഡ് ബില്ലടച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ, സാലറി വെച്ച് വാങ്ങിക്കാൻ പറ്റിയ കാര്യം, ചെയ്യാൻ പറ്റിയ കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു മന്തിലെ സാലറി. ക്രെഡിറ്റ് കാർഡ് ബിൽ നെക്സ്റ്റ് സാലറി വരുമ്പം ഫുള്ളായിട്ട് പേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വാങ്ങിക്കണ്ട. ബിക്കോസ് ആ EMI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കേൾക്കാൻ ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റാണ്. വലിയ സാധനം വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ വയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ആ EMI എന്ന് പറഞ്ഞ ഒരു ഇൻഫിനൈറ്റ് ലൂപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നമ്മൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ആലോചിക്കാണ്ട് എടുക്കുന്ന ഡിസിഷൻ കാരണമാണ് വരുന്നത്. അപ്പം ഇൻ ഫ്യൂച്ചർ ഇനി നമ്മൾ ചെയ്യുമ്പം ഞാനിന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഇതിൽ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുക. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.